ഹലോ. അപ്പൊ നിങ്ങൾക്ക് തമ്പനയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇതെന്ത് ചടങ്ങാ? വളക്കാപ്പ് അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രയാണ് മദർഹുഡ് അല്ലേ? ആ യാത്രയിൽ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് വളക്കാപ്പ് ചടങ്ങ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്താ വളക്കാപ്പ്? എല്ലാവർക്കും കോമൺ അല്ലേ, അതൊരു വലിയ കാര്യം എന്താന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനു മുമ്പ് എല്ലാവർക്കും അച്ചു സലവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിൽ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ വളകളൊക്കെ ഇട്ട് വളക്കാപ്പ് ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ നടത്തുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇനി ഫാമിലി വേറെ എന്തെങ്കിലും ചോദിച്ചാൽ ഇനിയിപ്പോൾ ആണെങ്കിൽ എന്നെ തല്ലിക്കൊല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ സിസ്റ്റർ കസിൻ. നമ്മൾ ഫാമിലീസ് എല്ലാവരും പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് വളയൊക്കെ ഇട്ട് വളക്കാപ്പ് ചടങ്ങൊക്കെ നടത്തി അവളെ സന്തോഷപൂർവ്വം നിറഞ്ഞ വളകളൊക്കെ ഇട്ട് നല്ല കിലുക്കത്തോടെ അവളെ ഇങ്ങനെ സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കം പറയാം. നേരത്തെ കണ്ട നിങ്ങൾ അവളും അവളെ ഹസ്ബൻഡും ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലി ഒത്തുകൂടുമ്പോൾ പിന്നെ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചിരി തമാശ കളി. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ആക്ച്വലി ഞാനാണ് ഈ ഒരു നമ്മളിങ്ങനെ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ പോകും കേട്ടോ. കാണാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തേന്. എടി എന്തുകൊണ്ട് നമുക്കൊന്ന് നല്ല ബാംഗിൾസ് ഒക്കെ ഇട്ട് നല്ല കിലുക്കി നല്ല കുഞ്ഞുവയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു സ്പാർക്ക് കൊടുത്തു കേട്ടോ ഫസ്റ്റിൽ. അങ്ങനെയാണ്. പിന്നെ ഞാൻ വിചാരിച്ച അവൾ ആദ്യം ഫസ്റ്റ് ഇൻട്രസ്റ്റ് കാണിച്ചില്ല, പിന്നെ ഓക്കെ ആയിരിക്കും എന്ന് വെച്ചു. പക്ഷേ പിന്നെ ആയപ്പം അതിലോട്ട് വളക്കാപ്പ് ചടങ്ങിലോട്ട് എത്തിയതാണ് കേട്ടോ. അപ്പം എനിക്കും ഒരു സന്തോഷമായി. ഞാനും ഇങ്ങനെ ഒന്ന് പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു വളക്കാപ്പ് ചടങ്ങ് അതും ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഒരു വളക്കാപ്പ് ചടങ്ങ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പ്രൊസീജിയറൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ കോമൺ ആണ്, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലഹാരങ്ങൾ കൊടുക്കുന്നത്, ചന്ദനം മഞ്ഞ കുങ്കുമമൊക്കെ ഇടുന്നത്, വള അണിഞ്ഞു കൊടുക്കുന്നത്, അപ്പം അതൊക്കെ കോമൺ ആണ്, അതിലോട്ടൊന്നും പറയില്ല. പിന്നെ ഇതിലേറ്റവും വലിയ പാപം കിട്ടിയതെന്ന് പറഞ്ഞാൽ അവളെ ഹസ്ബൻഡിനാണ് കേട്ടോ. പാപമൊന്നുമല്ല, എന്താണ് എല്ലാവരും മോനെ പോലെ അവൾക്ക് കൊടുക്കും പോലെ ഹസ്ബൻഡിനും കൊടുക്കുന്നു. കഷ്ടപ്പെട്ടിരുന്ന് പുള്ളിക്കാരിരുന്ന് തിന്നുന്നതാണ് കേട്ടോ, കഴിക്കുന്നതാണ്. തിന്നുന്നത് കഴിക്കുന്ന രണ്ടും ഒന്ന് തന്നെയല്ലേ, കഴിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വള 2 വെച്ചേ ഇടുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും എല്ലാ ബന്ധുക്കൾക്കും ഇടുമ്പോൾ തന്നെ നിറയില്ലേ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് കസിൻസ് തമ്മിലുള്ളൊരു ബോണ്ട് വൈബ് സെറ്റ്. പിന്നെ ഇതെൻ്റെ അമ്മയാണ് കേട്ടോ, മൈ സ്വീറ്റ് മോം. അയ്യോ, അമ്മ ഇങ്ങനെ കൊടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അമ്മയും ആദ്യമായിട്ടായിരിക്കും ഈ വളയൊക്കെ ഇട്ട് കൊടുക്കുന്ന അങ്ങനെ ചടങ്ങ്. പിന്നെ എൻ്റെ എൻട്രിയാണ്. ഞാനിങ്ങനെ അപ്പോൾ ആദ്യം അവൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ചിലപ്പോൾ നീയും കൂടെ തിന്നേ മതിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയണം, ഞാൻ ഇതറിഞ്ഞെങ്കിൽ കാപ്പി പോലും കുടിക്കില്ലായിരുന്നു. നോട്ടം കണ്ടാലേ അറിയാം കാപ്പി കുടിക്കില്ലായിരുന്നു എന്ന് വിചാരിച്ചാണ് ഇന്ന്. പക്ഷെ എന്തായാലും അവളും കഴിക്കുകയല്ലേ, അപ്പോൾ അവനും കഴിക്കണമല്ലോ. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം അവളുടെ സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഈ ദിവസം എന്ന് പറഞ്ഞാൽ വളക്കാപ്പ് ദിവസം, ഈ മദർ ടു ബി എന്ന് പറഞ്ഞാൽ അവളുടെ ഈ കയ്യിൽ നമ്മൾ പലതരത്തിൽ പല നിറങ്ങളിലുള്ള വളകളാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. എല്ലാവരും നമ്മളെ കുടുംബക്കാരെല്ലാവരും ചേർന്ന് അത്രയും വളകൾ നിറയ്ക്കും. അപ്പോൾ അത്രയും നിറഞ്ഞ വളകളുടെ ഒരു മധുര ശബ്ദം ഉണ്ടല്ലോ, അത് ആക്ച്വലി നമ്മുടെ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു സന്തോഷവും ശാന്തിയും ഒക്കെ നൽകുമെന്നാണ് ഒരു പൊതുവെ ഉള്ള ഒരു വിശ്വാസം. അതിനെക്കാട്ടി ഉപരി അവൾ സന്തോഷിക്കുമ്പം കുഞ്ഞും അവയും അത്രത്തോളം സന്തോഷിക്കും. മാത്രമല്ല നമ്മുടെ എല്ലാ കുടുംബക്കാരും ഒത്തുചേർന്ന് അവളെ അനുഗ്രഹിക്കുകയും വളകൾ അണിയിക്കുകയും ഒക്കെ കൊടുക്കുന്നത് അവൾക്ക് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും. അവളുടെ ആ സന്തോഷം വഴി ആ കുഞ്ഞിന് കിട്ടുന്ന ഒരു സന്തോഷം ഏറ്റവും വലുതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കസിൻസായിട്ടൊക്കെ കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, നല്ല വൈബായിരുന്നു. പിന്നെ ഞാൻ ജെന്യൂനായിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കാര്യം പറയാം. കുഞ്ഞ് ആണെന്നോ പെണ്ണെന്നോ അല്ല, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകി. ഇനി ഒരു പുതിയ ലൈഫ് സ്റ്റൈലാണ് അല്ലേ, കുഞ്ഞുകൂടെ വരുമ്പോൾ നമുക്കൊരു പുതിയൊരു ജീവിതമാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ലൊരു പാരൻസായിട്ട് അവർക്ക് രണ്ടുപേരും ഇരിക്കാൻ പറ്റിയിട്ട് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രീതിയിൽ എല്ലാ ഫാമിലിയുമായിട്ട് വൈൻഡപ്പായി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.